വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഈവനിങ് ടൈമിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് അവൽ വിളയിച്ചതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു ചെറിയൊരു ചരിവ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ശർക്കര, 1/2 കിലോ ശർക്കരയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അതെടുത്തിട്ടിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് മെൽട്ടായി ചൂടായി തുടങ്ങുമ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മെൽറ്റാക്കി എടുക്കാം. വളരെ കുറച്ച് വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മളിത് വേറൊരു ഉരുളിയിലേക്ക് അരിച്ചൊഴിക്കുന്നുണ്ട്. എന്നിട്ട് ശർക്കര നല്ല പരുവത്തിനാക്കി എടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് അരിച്ചെടുക്കണം. ഇതിലെ കല്ലും കട്ടയും ഒക്കെ മാറാൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വേറൊരു പാത്രത്തിൽ മെൽറ്റ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റാക്കിയിട്ടുണ്ട്. ഞാനത് ഇതേപോലെ ഒരു ഉരുളിയിലേക്ക് അരിച്ചൊഴിക്കുവാണ്. അതിൻ്റെ ഉള്ളിലെ കരടും കല്ലും കട്ടയൊക്കെ കുറച്ച് കിട്ടിയിട്ടുണ്ട്. അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ കളഞ്ഞ് നമ്മുടെ ശർക്കര പ്യുവറാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇനി ഈ ശർക്കര പാനി ഒന്ന് നന്നായിട്ട് കുറുകി വരണം. കുറുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് തിളച്ച സമയത്താണെങ്കിലും നമുക്ക് ബാക്കി പ്രൊസീജിയർ ചെയ്യാം. പക്ഷേ ഞാനിത് നന്നായിട്ടൊന്ന് കുറുകി എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമുക്കിപ്പം ഒരാഴ്ചയോളമൊക്കെ അവൽ നനച്ചതൊക്കെ റൂം ടെമ്പറേച്ചറിൽ ചീത്തയാകാതെ ഇരിക്കും. അപ്പം എത്രത്തോളം ഇതൊക്കെ നന്നായിട്ട് കുറുകി വരുന്നു അത്രയും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും. പൂപ്പലൊന്നും പിടിക്കാണ്ട് ഒരു കേടുമില്ലാണ്ട് ഫ്രിഡ്ജിലും വെക്കാതെ തന്നെ റൂം ടെമ്പറേച്ചറിൽ ഇരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നന്നായിട്ടിതൊന്ന് കുറുക്കിയെടുക്കുന്നത്. ഒരു നൂൽ പരുവം ഇങ്ങനെ കൈ കൊണ്ട് പിടിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, അല്ലെങ്കിൽ സ്പൂണിൽ നിന്ന് ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഇപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് തിളച്ച് പൊങ്ങി വരുന്നുണ്ട്. കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കണേ. അപ്പോൾ ഇതാണ് നമ്മുടെ ശർക്കരയുടെ പരുവം. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ചെറിയൊരു തിക്നെസ്സൊക്കെ അതിന് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ആ സ്പൂണും കൊണ്ട് തവി കൊണ്ട് ഇളക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും, ഒരു ഹാർഡായിട്ട് ഫീൽ ചെയ്യും. ഇതാണ് നമ്മുടെ പരുവം. ഞാൻ ഇതിലേക്ക് ഒരു അരമുറി തേങ്ങ ചിരണ്ടിയതാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിട്ട് കൊടുക്കുവാണ്. 1/2 കിലോ ശർക്കരയ്ക്കാണ് അരമുറി തേങ്ങ ഞാൻ എടുത്തത്. അതനുസരിച്ച് നിങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ രീതിക്കും ടേസ്റ്റിനും അനുസരിച്ച്, മധുരം ഒരുപാട് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതനുസരിച്ച് കൂട്ടിയും കുറച്ചും ചെയ്യാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ച് ഈ ശർക്കര പാനിയിലേക്ക് നമ്മുടെ തേങ്ങ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതെല്ലാം നന്നായിട്ട് പിടിച്ചു എന്ന് തോന്നിക്കഴിയുമ്പോൾ നമ്മൾ അടുത്തത് ചേർക്കാൻ പോകുന്നത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് അവൽ. എനിക്ക് സാധാരണ അവൽ ആളിലാട്ടോ കിട്ടിയത്. ഞാൻ ഉദ്ദേശിച്ചത് കുത്തരിയുടെ അവലാണ്. അതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ആയിട്ടിരിക്കുക. പക്ഷേ ഇത് വെള്ള ഇതാണ്, ചെറിയ അവലല്ല. ചെറിയ അവലാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇത് ടേസ്റ്റ് അല്ല എന്നല്ല, കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം വെള്ള അരിയുടെയാണ്, നല്ല പരന്ന അവലാണ് എനിക്ക് കിട്ടിയത്. ചിലർ വേണമെങ്കിൽ അവൽ സെപ്പറേറ്റ് വറുക്കും. അത് വറുത്താലും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇതിലിടുമ്പം ടേസ്റ്റിലും വ്യത്യാസം വരുന്നില്ല. പക്ഷേ വെള്ളയിനേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ചുവന്ന അരിയുടെ അവലാണ്. പക്ഷെ അതെനിക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഉള്ളത് വെച്ച് കാണിക്കുന്നത്. അത് നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഏലക്ക പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്, ഒരു നല്ല ടേസ്റ്റും നല്ല സ്മെല്ലിനും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഇതിലേക്ക് കാഷ്യൂ, കിസ്മിസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വറുത്തിടാൻ പോവാണ്. ഞാൻ നെയ്യിലാണ് വറുക്കുന്നത്. 2-3 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കാഷ്യൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാഷ്യൂ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പം അതേ എണ്ണയിലേക്ക്, അതിൽ നിന്ന് കോരി മാറ്റുകയാണ്. അതേ നെയ്യിലേക്ക് തന്നെയാണ് ഞാൻ കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെയാണ് ഇതെല്ലാം ചെയ്തത്. കരിഞ്ഞു പോകരുതല്ലോ, അപ്പം അത് നോക്കി ചെയ്യാം. ഇനി ഇതിൻ്റെ ഈ കിസ്മിസ് ആണെങ്കിലും കാഷ്യൂ ആണെങ്കിലും ഒക്കെ അതിൻ്റെയൊക്കെ അളവൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനാണ് കേട്ടോ. അതൊക്കെ പ്രത്യേകിച്ച് അതാണ് ഞാൻ മെഷർമെൻ്റ് ഒന്നും പറയാത്ത. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പൊട്ടുകടല അല്ലെങ്കിൽ കടലപ്പരിപ്പ് എന്നൊക്കെ പറയുന്ന സാധനമാണ്. അതും ജസ്റ്റ് ഒന്ന് നെയ്യിൽ വഴറ്റിയെടുക്കുക. ഇത് അധികം മൊരിയൊന്നും വേണ്ട, ജസ്റ്റ് ആ നെയ്യിലൊന്ന് ആ ഫ്ലേവർ ഒന്ന് മാറാൻ വേണ്ടിയിട്ട്, നെയ്യുടെ ഒരു ഫ്ലേവർ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനതൊന്ന് വഴറ്റി കൊടുക്കുന്നത്. ഇതല്ലാതെ തന്നെയാണെങ്കിലും ഇടാം കേട്ടോ.
ഇനി ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് പേഴ്സണൽ ചോയ്സിനായിട്ട് ഇട്ടതാണ് തേങ്ങാക്കൊത്താണ്. വളരെ നൈസായിട്ട് അരിഞ്ഞ തേങ്ങാക്കൊത്താണ്. അതെനിക്കിഷ്ടമാണ് അവലിലിട്ട് കഴിക്കാനായിട്ട്, അതുകൊണ്ടിട്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അല്ലാത്തവർക്കും അത് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. തേങ്ങയൊന്ന് ശരിക്കും നന്നായിട്ട് ബ്രൗൺ കളർ ആകുന്ന പോലെ, കരിയാതെ ബ്രൗൺ കളർ ആകുന്ന പോലെ ഒന്ന് മൊരിയണം. അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക തേങ്ങാക്കൊത്ത് ഇടുന്നുണ്ടെങ്കിൽ. ഇനി ലാസ്റ്റ് നമ്മളുടെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഞാൻ ഇടുന്നത് എള്ളാണ്, കറുത്ത എള്ളാണ്. അവലെന്ന് കേൾക്കുമ്പോഴേ നമുക്ക് എള്ളാണ് ആദ്യം മനസ്സിലേക്ക് വരാം. എനിക്കൊക്കെ പേഴ്സണൽ ഫേവറേറ്റാണ് കേട്ടോ എള്ളിട്ട് അവൽ കഴിക്കുന്നത്. ഒരു പ്രത്യേക ഫ്ലേവറാണ്. നമ്മളുണ്ടാക്കി വെച്ച ഡിഷിൻ്റെ ടേസ്റ്റേ എക്സ്ട്രാ ഓർഡിനറി ആക്കി തരും. അത്രയും ടേസ്റ്റായിരിക്കും എള്ളിട്ട് കഴിഞ്ഞാൽ. ഞാനത് കുറച്ച് അധികം എടുത്തിട്ടുണ്ട്, എനിക്കിഷ്ടമായതുകൊണ്ടിട്ടാണ് കേട്ടോ. അത് നന്നായിട്ട് ആ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കുക. ഇതധികം മുരിയാനൊന്നുമില്ല. ഇതെല്ലാം കൂടെ ഞാൻ വറുത്ത് കോരി വെച്ചതെല്ലാം കൂടെ നമ്മളുടെ ഉരുളിയിലേക്കിട്ട് മിക്സ് ചെയ്യാണ്. അത് നന്നായിട്ട് മിക്സ് ചെയ്യണം. കണ്ടോ, ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. സിമ്പിളാണ് ശരിക്കും. ആകെ കുറച്ച് ടൈം എടുക്കുന്നത് ശർക്കര ഒന്ന് ഉരുകി നമ്മളുടെ പരുവത്തിനായി കിട്ടാനാണ്. ബാക്കിയെല്ലാം സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സിമ്പിളായിട്ട് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാനും പറ്റും. കുറച്ച് നാൾ ഒരാഴ്ചത്തേക്ക് വരെ നമുക്ക് വീട്ടിൽ സൂക്ഷിച്ച് വയ്ക്കാം. റൂം ടെമ്പറേച്ചറിൽ നല്ലൊരു കണ്ടെയ്നറിലേക്ക് അടച്ചു വെച്ചാൽ മതി. അത് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ സൂക്ഷിച്ച് വയ്ക്കാം. പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാം. ഞങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ ഒരു കണ്ടെയ്നറിൽ എടുത്തു വെച്ചിട്ടുണ്ട്. എയർ ടൈറ്റ് ആയിട്ടുള്ളതിൽ സൂക്ഷിക്കുക. അത് ലോങ് ലാസ്റ്റ് ചെയ്യും. ഈ കൊറോണ സമയത്തൊക്കെ പുറത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ നമുക്ക് ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ.